ഹലോ ഫ്രണ്ട്സ്, വൺടെക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളൊരു എക്സോസ്റ്റ് ഫാനിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വ്യത്യസ്തമായുള്ള എക്സോസ്റ്റ് ഫാനാണ്. സാധാരണ നമ്മൾ കണ്ടതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായുള്ളൊരു എക്സോസ്റ്റ് ഫാനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആറ്റംബർഗ് എന്ന കമ്പനിയുടെ BLDC ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന എക്സോസ്റ്റ് ഫാനിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇന്നത്തെ നമ്മൾ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കൂടെ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ഒരു എക്സോസ്റ്റ് ഫാനാണ്. ഒരു വ്യത്യസ്തമായ എക്സോസ്റ്റ് ഫാനാണ്. ആറ്റംബർഗ് എന്ന കമ്പനിയുടെ BLDC ടെക്നോളജി വർക്ക് ചെയ്യുന്ന ഒരു എക്സോസ്റ്റ് ഫാൻ. സാധാരണ നമ്മൾ സീലിംഗ് ഫാൻ, ടേബിൾ ഫാൻ, അതേപോലെ വാൾ ഫാനുകളൊക്കെ BLDC ടെക്നോളജി വർക്ക് ചെയ്യുന്നത് നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. എന്നാൽ എക്സോസ്റ്റ് ഫാൻ നമ്മൾ ആദ്യമായിട്ടാണ് BLDC ടെക്നോളജി വർക്ക് ചെയ്യുന്ന ഒരു എക്സോസ്റ്റ് ഫാൻ. അത് നമ്മൾ ഇറക്കിയുള്ളത് ആറ്റംബർഗ് എന്ന ബ്രാൻഡഡ് ഒരു കമ്പനി തന്നെയാണ് എക്സോസ്റ്റ് ഫാൻ ഇറക്കിയിട്ടുള്ളത്. ബ്രഷ്ലെസ് DC മോട്ടോഴ്സാണ് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എനർജി സേവ് ചെയ്യാൻ വളരെയധികം സാധിക്കും. ഏകദേശം ഈ ഒരു ഫാന് 6 ഇഞ്ചാണ് വരുന്നത്. 160 mm ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ബോക്സ് അൺബോക്സ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് ഇതാണ് നമുക്ക് ഡെലിവറി ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു ബോക്സിൻ്റെ കണ്ടീഷൻ വരുന്നത്. അത്യാവശ്യം എല്ലാ ഡീറ്റെയിലും അതിൻ്റെ പുറം ഭാഗത്ത് തന്നെ നമുക്ക് എഴുതി വെച്ചതായി കാണാം. ഏകദേശം 3680 അതിൻ്റെ MRP വരുന്നത്. ജസ്റ്റ് അത്രയില്ലെങ്കിലും അതിനേക്കാളും കുറച്ചും കൂടി കുറഞ്ഞ രീതിയിലാണ് നമുക്ക് ഓൺലൈനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ അത് ബുക്ക് ചെയ്തിട്ടുള്ള ഓൺലൈനിൽ നിന്നാണ്, ആമസോണിൽ നിന്നാണ് വരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ലൊരു പാക്കിങ്ങിലൂടെയാണ് നമുക്ക് ഈ ഒരു എക്സോസ്റ്റ് ഫാൻ ലഭിച്ചിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ഫാൻ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള പാക്കിങ്ങിലൂടെയാണ് ആ ഒരു നമ്മുടെ പ്രൊഡക്റ്റ് എത്തിയിട്ടുള്ളത്. സാധാരണ 6 ഇഞ്ച് എക്സോസ്റ്റ് ഫാനുകളൊക്കെ നമുക്ക് ഏകദേശം ഒരു 30 വാട്ട്സ് മുതൽ 50 വാട്ട്സുള്ള പവർ കൺസപ്ഷനാണ് വരുന്നത്. എന്നാൽ ഈ ഒരു ആറ്റംബർഗിൻ്റെ BLDC ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു എക്സോസ്റ്റ് ഫാൻ നമുക്ക് വെറും 7 വാട്ട്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഏകദേശം ഒരു സാധാരണ എക്സോസ്റ്റ് ഫാൻ അപേക്ഷിച്ച് നമുക്കൊരു 3-4 എക്സോസ്റ്റ് ഫാൻ ഈ ഒരു BLDCയിൽ നമുക്ക് വർക്ക് ചെയ്യിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ. ജസ്റ്റ് നമുക്ക് ഉള്ളിൽ ഒരു കളർഫുള്ളായിട്ടൊരു ബോക്സ് ഉണ്ട്. ആ ബോക്സ് നമുക്ക് അറിയില്ല. ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു ബോക്സ് കാണുന്നത്. വളരെ വൃത്തി നല്ല രീതിയിലാണ് അതിൻ്റെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ആറ്റംബർഗ് എന്ന ബ്രാൻഡിങ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ എക്സോസ്റ്റ് ഫാനിൻ്റെ ആ ഒരു പിക്ചർ വരുന്നത്. പിന്നെ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ കാണുന്നുണ്ട്. ബാൾ ബെയറിംഗ് ആണ്, പിന്നെ അതേപോലെ ഈസി ടു ക്ലിയർ, പിന്നെ അതേപോലെ സൈലൻസ് ആണ്. പ്യുവർ സൈലൻസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു വിധത്തിലുള്ള സൗണ്ട് നമുക്ക് പുറത്തേക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, മാനുഫാക്ചറിങ് ഡേറ്റുകൾ, കാര്യങ്ങൾ, MRP എല്ലാവിധ കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 1+1 തന്നെ 2 ഇയറാണ് നമുക്ക് ഇതിൻ്റെ വാറൻറ്റി വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ യഥാർത്ഥത്തിലുള്ള ആ ഒരു ബോക്സിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും ആ ഒരു പാക്കിങ്ങുമായിട്ട് വരുന്നത്. അത്യാവശ്യം ചെറിയ രൂപത്തിൽ എല്ലാവർക്കും വർക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. ബാത്റൂംസ്, അതേപോലത്തെ ചെറിയ ചെറിയ ഏരിയകൾക്കൊക്കെ ഏറ്റവും ബെറ്ററാണ്. പക്ഷെ എന്നാൽ അല്ല ഹൈ പവറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആറ്റംബർഗ് എന്ന ബ്രാൻഡ് നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് അവർ ഇറക്കുന്നത്. നിലവിൽ അവർ സീലിംഗ് ഫാനുകൾ, ടേബിൾ ഫാൻ, അതേപോലെ വാൾ ഫാനുകളൊക്കെ നിലവിൽ പക്ക റണ്ണായിട്ട് കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇത് അത്ര വലിയ കംപ്ലൈൻറ്റുകളൊന്നും കാണാറില്ല. അപ്പോൾ ഈ ഒരു ഫാനും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ബോക്സ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ വാറൻറ്റി അല്ലെങ്കിൽ മാനുവലാണ് കാണുന്നത്, ഓപ്പറേഷൻ മാനുവൽ കാണുന്നത്. അത്യാവശ്യം എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും അതിൻ്റെ ഡയമെൻഷന് കാര്യങ്ങൾ, കട്ടിങ്സ്, അതിൻ്റെ സ്ക്രൂ ഫിറ്റിങ്സൊക്കെ കറക്റ്റായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പമാവും. പിന്നെ അതിൻ്റെ വാറൻറ്റി കാർഡാണ് വരുന്നത്. 1 ഇയർ വാറൻറ്റിയാണ്. ഒരു 1 ഇയറും കൂടി നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ഇയർ വാറൻറ്റി ഫുൾ വാറൻറ്റി ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ പ്രൊഡക്റ്റാണ് വരുന്നത്. ഒരു ട്യൂബ് പോലെ ഒരു സാധനമുണ്ട്. എന്താണ് സംഭവം മനസ്സിലായില്ല. നമുക്ക് ജസ്റ്റ് സാവധാനം നോക്കാം. പിന്നെ അതിൻ്റെ സ്ക്രൂസൊക്കെ നമുക്ക് പാക്കിങ്ങിൽ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റീൽ സ്ക്രൂ ആണ് വരുന്നത്. ഇനി നമ്മളെ പ്രൊഡക്റ്റാണ്. ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് വരുന്നത്. അത്യാവശ്യം നമ്മൾ പല ബ്ലാക്ക് ആൻഡ് വൈറ്റ് 2 കളറിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ വൈറ്റ് കളറാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു പാക്കിംഗ്, ഒരു കവറിലാണ് ആ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. 6 ഇഞ്ചാണ് ഇതിൻ്റെ ഡയമെൻഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു രീതിയിലാണ് നമുക്കൊരു ഹോൾ അടിക്കേണ്ടത്.
അപ്പോൾ ഇതാണ് എക്സോസ്റ്റ് ഫാൻ വരുന്നത്. അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലാണ്, നല്ല ക്യൂട്ടാണ്, അതായത് ചെറിയൊരു പെർഫോമൻസിലാണ്. ഇത് ഫാനാണ്, എക്സോസ്റ്റ് ഫാനാണ്, നമുക്ക് അറിയാത്ത രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ലെയറാണ്, ഫ്രണ്ടിൽ ലെയർ വരുന്നുണ്ട്. ആ ലെയറും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എക്സോസ്റ്റ് ഫാനാണെന്നുള്ള രീതി നമുക്ക്, അല്ലെങ്കിൽ പെട്ടെന്ന് കാണുമ്പോൾ ഒരു എക്സോസ്റ്റ് ഫാനാണെന്ന് നമുക്ക് തോന്നില്ല. ഇതാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. രണ്ട് ഡോറുകളാണ് വരുന്നത്. അത് ഫാൻ ഓടുന്ന സമയത്ത് അതിൻ്റെ എയറിൻ്റെ പ്രഷർ കൊണ്ടത് തനിയെ ഓപ്പൺ ചെയ്യും. എന്നിട്ട് അതുപോലെ ഫാൻ ഓഫ് ആയി കഴിഞ്ഞാൽ നേരെ അത് തന്നെ അടയുകയും ചെയ്യും. അങ്ങനെ രീതിയിലാണ് അതിൻ്റെ ബാക്ക് സൈഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 2 ഡോറുകൾ, അപ്പോൾ 2 സൈഡൊക്കെയായിട്ട് നമുക്ക് നമുക്ക് പുറത്തേക്ക് തള്ളുന്ന ആ എയർ 2 സൈഡൊക്കെയായിട്ട് മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഇതാണ് ഇപ്പോൾ ചെറിയൊരു കേബിളിംഗ് ആണ്, ഒരു 1/2 മീറ്റർ ചെറിയ കേബിളാണ് അതിൻ്റെ ഒപ്പം വരുന്നത്. ഇനി അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഞാൻ വേറെ ഒരു ക്യാപ്പ് ഉണ്ട്. ആ ക്യാപ്പാണ് ഇതിൻ്റെ ജസ്റ്റ് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. ജസ്റ്റ് ഒരു ഓപ്പൺ ചെയ്യൽ, ചെറിയൊരു ലോക്കിംഗ് ആണ്. ലോക്ക് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥ ഫാനിൻ്റെ രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അത്യാവശ്യം സ്ക്വയറിൻ്റെ രീതിയിലാണ് ആ ഒരു ക്യാപ്പ് വരുന്നത്, സെൻറ്ററിലൊരു ഹോൾ ഭാഗമായിട്ട്. ഇതാണ് നമ്മളെ ഫാനിൻ്റെ ആ ഫ്രണ്ട് ഭാഗം വരുന്നത്. അത്യാവശ്യം സെൻറ്ററിൽ ഒരു ചെറിയൊരു LED, റെഡ് LED കാണാം. ആ LED ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്കത് വർക്ക് ചെയ്യുമോ, അതായത് ഓണാണോ ഓഫാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഫാൻ ഓൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു റെഡ് LED നമുക്ക് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഫാനിന് ഓടുന്നുണ്ട് അല്ലെങ്കിൽ ഓണാണെന്ന് മനസ്സിലാക്കാം. കാരണം അത്രയും സൈലൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫാൻ ഓണാണോ ഓഫാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ LED നമുക്ക് ഒരു ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിച്ച് ഓണാണോ ഓഫാണോ എന്ന് മനസ്സിലാക്കാം. ഇനിയും ജസ്റ്റ് ആ ഒരു ക്യാപ്പ് അയച്ചു കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ യഥാർത്ഥ രീതിയിലുള്ള സ്ക്രൂ ഫിറ്റിംഗ് ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് വാളിൽ വെക്കാം, അതേപോലെ സീലിങ്ങിൽ വെക്കാം. എല്ലാ രീതിയിലും നമുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ക്വാളിറ്റിയിലാണ്, അത്യാവശ്യം നല്ല കട്ടിയുള്ള സൈസിലാണ് അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി വരുന്നത്. ഇത് അതിൻ്റെ ഫ്രണ്ട് ക്യാപ്പ് വരുന്നത്. ആ ക്യാപ്പ് ജസ്റ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു ഫാനാണെന്നുള്ള രീതിയിൽ തോന്നില്ല, കാരണം അത്ര ഡിസൈനിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ക്യാപ്പ് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 4 ഫ്രണ്ടിൽ കൂടി, അതായത് 4 സൈഡിൽ കൂടിയാണ് ആ ഒരു എയറിനെ പിടിച്ചെടുത്ത് പുറത്തേക്ക് തള്ളുന്നത്. അതായത് ജസ്റ്റ് ആ ഒരു ക്യാപ്പിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്. അതേപോലെ സെൻറ്ററിൽ ഈ ഒരു സ്ക്വയറും കൂടിയിട്ടാണ് 4 സൈഡിൽ നിന്നുള്ള എയർ അതായത് വലിച്ചെടുക്കുന്നത്. അതായത് ഒരു സൈഡ് മാത്രമാവില്ല, നമുക്ക് 4 സൈഡിൽ നിന്നും ആ ഒരു എയറിനെ വലിച്ചെടുക്കാനുള്ള ഒരു ടെൻഡൻസി കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിനാണ് അങ്ങനെ ഒരു ക്യാപ്പ് അതിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലാണ്, അത്യാവശ്യം നല്ല കാണാൻ നല്ല സ്റ്റൈലിഷ് രീതിയാണ്. ഇനി ജസ്റ്റ് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഓണാക്കി നോക്കിയിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അതിനുവേണ്ടി നമ്മളൊരു എക്സ്റ്റൻഷൻ ബോക്സ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് എക്സ്റ്റൻഷൻ ബോക്സ് അത്യാവശ്യം കാണാൻ രീതിയിലുള്ള നമ്മളതിൻ്റെ വാട്ട്സ് കാര്യങ്ങൾ വാട്ട്സൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് എടുത്തുവെന്ന് മാത്രം. അപ്പോൾ നിലവിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ വാട്ടേജ് നമ്മൾ എഴുതിയുള്ള വാട്ട്സ് തന്നെയാണോ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നമ്മൾ ഇങ്ങനൊരു ടെസ്റ്റ് നടത്തുന്നത്. അതേപോലെ നമ്മൾ ഫേസ് ന്യൂട്രൺ കണക്ട് ചെയ്ത് കൊടുക്കുക. സ്വിച്ച് ഓൺ ചെയ്ത സമയത്ത് നമ്മുടെ ഫാൻ വർക്ക് ചെയ്യും. അപ്പോൾ നേരെ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു റെഡ് LED വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു ഇൻഡിക്കേറ്ററാണ് ആ ഒരു ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുക. അത്യാവശ്യം നല്ല പെർഫോമൻസാണ് വർക്ക് ചെയ്യുന്നത്. ബാക്ക് സൈഡിൽ ആ ഒരു ഡോറ് 2 സൈഡിലേക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലേക്കാണ് ആ ഒരു എയറിനെ പാസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വലിച്ചെടുക്കുന്ന എയറിനെ പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കും. അതാണ് ആ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് അതിൻ്റെ പെർഫോമൻസ് ഞാൻ പേപ്പർ കഷ്ണം വെക്കുമ്പോൾ തന്നെ അറിയാം. ജസ്റ്റ് അത്യാവശ്യം നല്ല കാറ്റ് വരുന്നുണ്ട്, നല്ല ഹൈ സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത്. സാധനം ചെറിയൊരു സാധനമാണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എയറിനെ ഔട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഫാൻസി. പിന്നെ അത്യാവശ്യം ഈ ഒരു മോട്ടർ BLDC ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഫ്യൂൾ സൈലൻ്റ് ആവും. പിന്നെ വാട്ട്സ് കുറവായിരിക്കും. അതേപോലെ നമ്മൾ 7 വാട്ട്സാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ 8.5 അടുത്തൊക്കെയായിട്ട് ജസ്റ്റ് കാണിക്കുന്നുണ്ട്. എന്നാലും ഒരു മാക്സിമം പോയാലും 8 വാട്ട്സ് അത് മാക്സിമം എടുക്കുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു അത്യാവശ്യം ക്വാളിറ്റി ഉള്ള രീതിയിലാണ് ഈ ഒരു എക്സോസ്റ്റ് ഫാൻ, അതായത് BLDC ടെക്നോളജി വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം കുറച്ച് കോസ്റ്റ്ലിയാണ്, എന്നാലും നമുക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാട്ട്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കുറഞ്ഞ് കിട്ടുന്നത് കൊണ്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇനി സീലിങ്ങിൽ വെക്കുന്ന സമയത്തും ഇതേപോലെ അതിൻ്റെ പ്രഷർ കൊണ്ടാണ് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ സീലിങ്ങിൽ വെക്കാം, നമുക്ക് അതേപോലെ വാളിലൊക്കെ വെക്കാൻ ഡിസൈൻ ചെയ്യാം. ജസ്റ്റ് ആ ഒരു എയർ പാസിങ് നടന്നു കഴിഞ്ഞാൽ തന്നെ ആ ഡോറ് അടയുന്നതാണ്.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശം ഒരു ഡിസൈൻ കാണിക്കുന്നത്. ഇനി നമ്മൾ സീലിങ്ങിൽ വെച്ചാലുള്ള ജസ്റ്റ് ഒരു ഡെമോ ആണ് കാണിക്കുന്നത്. നമ്മൾ സീലിങ്ങിൽ വെച്ച ഒരു പിക്കാണ്. അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു എക്സോസ്റ്റ് ഫാൻ ആണ് തോന്നുന്ന രീതിയിലല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ഒരു എക്സോസ്റ്റ് ഫാൻ്റെ എല്ലാ വലിയ രീതിയിലുള്ള പ്രവർത്തനം നടക്കും ചെയ്യും. അത്യാവശ്യം നല്ല പവർഫുള്ളാണ്. ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്, യാതൊരു വിധത്തിലുള്ള സൗണ്ടോ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു ലൈറ്റ് നമ്മൾ ഓൺ ആകുന്നതിനനുസരിച്ച് ആ ഒരു ഫാൻ വർക്കിംഗ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഈ ഒരു BLDC ടെക്നോളജി വർക്ക് ചെയ്യുന്ന ഈ ഒരു എക്സോസ്റ്റ് ഫാൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടു തോന്നിയാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു ടെക്നിക്കൽ വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം.